ചന്ദ്രനും ചൊവ്വയ്ക്കും പിന്നാലെ സൂര്യനെ ലക്ഷ്യമിട്ട് നാസ. സൂര്യനെ തൊടുക എന്ന ലക്ഷ്യത്തിനായി ബഹിരാകാശ വാഹനം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് നാസ. വാഹനം സൂര്യന്റെ അന്തരീക്ഷത്തിലേക്ക് നേരിട്ട് പറന്നിറക്കുകയാണ് പദ്ധതി. ഹരീഷ് ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നു. ഹരീഷ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നാസ നൽകുന്ന സൂചന? സൂര്യനെ തൊടാൻ നാസ പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ വരുന്ന ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ഔദ്യോഗികമായിട്ട് നാസ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ടെലിവിഷൻ ചാനലിലും ലൈവായി റിപ്പോർട്ട് ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടിയ പ്രാഥമിക റിപ്പോർട്ട്. ഇതിന് കുറേ ദൗത്യങ്ങളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാന ലക്ഷ്യം എന്നത് സൂര്യനെക്കുറിച്ചും സൂര്യന് പുറത്തുള്ള അന്തരീക്ഷത്തിലുള്ള കൊറോണയെക്കുറിച്ചുമുള്ള പഠനമാണ് പ്രധാനമായി ലക്ഷ്യമിട്ടിരിക്കുന്ന വിഷയം. ഇതിനു പുറമെ നമുക്ക് പറയാനുള്ള വലിയ സന്തോഷകരമായ കാര്യം എന്നത് നമ്മുടെ ISRO ആദിത്യ എന്നൊരു ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദിത്യ എന്ന ഉപഗ്രഹം ബഹിരാകാശത്ത് നിന്നും ക്യാമറ നിരീക്ഷണത്തിലൂടെ സൂര്യനെയും അതിന് പുറത്തുള്ള അന്തരീക്ഷത്തിന് പുറത്തുള്ള കൊറോണയെക്കുറിച്ചുമുള്ള പഠനം നടത്താനുള്ള നടത്തിപ്പിലാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊറോണയിലേക്കുള്ള ഇതിൻ്റെ നാസയുടെ പ്രധാന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കൊറോണയിൽ സൂര്യനേക്കാളും 5 ലക്ഷമോ 5 ലക്ഷത്തിലധികമോ താപനില കൂടുതലാണ് കൊറോണയിലുള്ളത്. അതുകൊണ്ട് ഉപഗ്രഹത്തിന് നാസ അയക്കാൻ പോകുന്ന ഉപഗ്രഹത്തിന് 1400 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ കപ്പാസിറ്റി ഉള്ളൂ എന്ന ഒരു ബുദ്ധിമുട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പുതിയ രീതിയിലുള്ള 5 ലക്ഷമോ 5 ലക്ഷത്തിലധികമോ കപ്പാസിറ്റിയുള്ള ഡിഗ്രി സെൽഷ്യസ് താങ്ങാൻ കഴിവുള്ള ഉപഗ്രഹം നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണ ജോലിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാസ എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അരുൺ, ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വരും ദിവസങ്ങളിലാണ് ഉണ്ടാകുക എന്നറിയുന്നുണ്ട്. പേര് ഇതിനെ നിർവഹിച്ചിട്ടുണ്ടോ? പേരിട്ടിട്ടുണ്ടോ? നേരത്തെ ഹരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ 1400 ഡിഗ്രി എന്നുള്ള താപനിലയെ ഭേദിക്കുക വളരെ വലിയ കാര്യമാണ്. ഇത് വലിയ വെല്ലുവിളിയുമാണ്. ഇക്കാര്യത്തിൽ എന്തൊക്കെ നീക്കങ്ങളാണ് നാസയുടെ ഭാഗത്ത് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ മാത്രം? നിലവിൽ നമുക്ക് കിട്ടിയത് സോളാർ പ്രോ പ്ലസ് എന്ന പേരാണ് ഇതിന് ഇട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടിയ നിഗമനം. അതുപോലെ തന്നെ ISRO അയക്കുന്ന ഉപഗ്രഹത്തിന്റെ പേര് ആദിത്യ എന്നുമാണ് നിലവിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്. ഈ വരുന്ന ദിവസം ബുധനാഴ്ച രാവിലെ 11 മണിക്കാണ് ഇതിനെക്കുറിച്ചുള്ള പ്രാഥമിക എല്ലാ നിഗമനങ്ങളും നമ്മുടെ നാസ പുറത്തു നൽകുന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അരുൺ, ഹരീഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്.